ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് ഇഷ്യൂസൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനെന്ന് വന്നേക്കുന്നത്. പ്രൂഫോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ എന്താണോ പറഞ്ഞത് അത് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിനി പ്രൂഫ് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്താണെന്നൊക്കെ ഞാൻ പറയാം. ഫസ്റ്റ് തന്നെ ഞാൻ എന്താണ് തെളിയിക്കാൻ ശ്രമിച്ചത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ പറഞ്ഞത് ജവാനി മോഹൻ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് നവമി പല ചാനൽസിൻ്റെയും താഴെ മെസ്സേജ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ ആളുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ താഴെ പറഞ്ഞു. ജവാനി മോഹൻ എൻ്റെ അക്കൗണ്ട് അല്ല എന്ന് പറഞ്ഞ് നവമി ഇട്ടിരുന്ന ഒരു പോസ്റ്റിൻ്റെ താഴെയാണ് ഞാൻ ആ കമൻറ്റ് ഇട്ടത്. അത്തേക്കിനും ഞാൻ ഫെയറി വൈബ്സ് എന്നൊക്കെ പറഞ്ഞ നവമി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറെ പ്രശ്നം. ഇതാണ് സംഭവം. ഇന്നലെ ഈ സെയിം കാര്യം റിസ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോക്കകത്ത്. അല്ല, ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ സെയിം കാര്യം തന്നെയല്ല ഞാനും പറഞ്ഞത്. കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടായത്. റിസ പറഞ്ഞത് ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം. സത്യം പറഞ്ഞാൽ എൻ്റെ എഡിറ്റിംഗ് ചാനലിലായിട്ട് നവമി എനിക്കിതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു അക്കൗണ്ടിൽ കമൻറ്റ് ഇട്ടോന്ന് വെച്ചിട്ട് അത് അവളുടെ അക്കൗണ്ട് ആവണമെന്നില്ലല്ലോ. അത് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. അത് അവളുടെ അക്കൗണ്ട് അല്ല, അവളുടെ അമ്മാമ്മയുടെ ഫോണിലുള്ള അക്കൗണ്ടാണ്. ആ ഒരു അക്കൗണ്ട് അവൾ യൂസ് ചെയ്യലുള്ളത് അവളുടെ അമ്മാമ്മയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മാത്രമാണ്. അല്ലാണ്ട് അപ്പോൾ അത് കേട്ടല്ലോ. ഇനി ഞാൻ എൻ്റെ ചാനലിൽ തെളിയിക്കാൻ ശ്രമിച്ചിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഇതാ ഞാൻ അപ്ലോഡ് ചെയ്ത ഫസ്റ്റ് പ്രൂഫ്. 4 മാസം മുമ്പ് ഒരു ചാനലിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നവമി ഇട്ടൊരു കമൻറ്റാണ് ഞാൻ കാണിച്ചത്. ആ ജവനി മോഹൻ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് ഞാൻ നവമി ആണെന്ന് പറഞ്ഞിട്ട്. സോ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ തെളിയിക്കാൻ ശ്രമിച്ചത് എന്താണ്. ജവാനി മോഹൻ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് നവമി കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ശരിയാണെന്ന് റിസ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സെക്കൻഡ് വീഡിയോ എന്തിനാ ബേസ് ചെയ്തിട്ടെന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറഞ്ഞ കാര്യമില്ല കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞത് ഇത് തന്നെ പിന്നെ എന്തിനാ പ്രൂഫ് ആയിട്ടിട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആർട്ട് പാലറ്റ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമത്തെ വീഡിയോ ഇട്ടത്. ഫെയറി വൈബ്സ് കമ്മ്യൂണിറ്റിയിൽ ഇട്ട പോസ്റ്റും ഞാനിട്ട പ്രൂഫും സെയിം ആണെന്നാണ് ആൾ പറഞ്ഞത്. അത് അങ്ങനെയല്ല എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. അമ്മയോട് ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടൊന്ന് സംസാരിച്ച് നോക്കിയിട്ടോ. അപ്പോഴാണ് ആളുടെ റിയൽ സ്വഭാവം അങ്ങോട്ട് പുറത്ത് വന്നത്. എന്നെ സോപ്പിടലും ഒക്കെ ആയിട്ടോ ആൾക്ക്. പിന്നെ കരച്ചിലും പിഴിച്ചിലൊക്കെ ആയപ്പോൾ ഞാൻ ആളങ്ങോട്ട് സമാധാനിപ്പിച്ച്. തന്നെ എനിക്ക് മനസ്സിലായിട്ടോ ഓളെന്നെ സോപ്പിടാൻ വേണ്ടിയിട്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന്. ഇത് റിസ ഇന്നിട്ട വീഡിയോ ആണ്. എന്നോട് എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആരെയും അങ്ങോട്ട് പോയി തെറി വിളിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് സംസാരിക്കുന്നോ അതുപോലെ തന്നെയാണ് ഞാൻ തിരിച്ചും സംസാരിക്കാറ്. അല്ലാതെ ഞാൻ ആരെയും കമന്റ് ബോക്സിൽ പോയി ഫസ്റ്റ് തെറി വിളിച്ചിട്ടല്ല അവരെന്നോട് ഇങ്ങനെ തിരിച്ചു പറയുന്നത്. ഞാനിട്ട കമന്റ്സ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഫസ്റ്റ് ആരുടെ അടുത്തും റൂഡായിട്ട് സംസാരിക്കാറില്ല. അതേപോലെ തന്നെ റിസയുടെ ചാനലും ഞാൻ ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ റിസ എനിക്ക് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് റിപ്ലൈ തന്നത്. ഓക്കെ ഫൈൻ. ഇങ്ങോട്ട് സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ സംസാരിക്കാറുള്ളൂ. അല്ലാണ്ട് ആരെയും സോപ്പിടേണ്ട കാര്യം എനിക്ക്. ഫോർ എക്സാമ്പിൾ ഞാനൊരു കമന്റ് കാണിക്കാം. അങ്ങോട്ട് പറഞ്ഞത്, നീ പോടി ഇംഗ്ലീഷ് അറിയാത്ത പൊട്ടത്തി, ആദ്യം ഇംഗ്ലീഷ് പഠിക്കുക, നീ നിനക്ക് പറ്റുന്ന അത്രയും പ്രൂഫ് പോസ്റ്റ് ചെയ്യൂ, എത്ര കിട്ടുമെന്ന് നോക്കാലോ എന്നൊക്കെ പറഞ്ഞ് പൊട്ടത്തി എന്നൊക്കെ പറഞ്ഞാണ് സംസാരിച്ചത്. ഞാനതിന് റിപ്ലൈ കൊടുത്തത്, അയ്യോ എനിക്ക് അറിയില്ല, ഒന്ന് പഠിപ്പിക്കാമോ, ആൻഡ് അതിലെവിടെ മിസ്റ്റേക്ക്, പോയി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നോക്കി എല്ലാവർക്കും ഇംഗ്ലീഷ് മിസ്റ്റേക്ക് ഉണ്ടാവും എന്നൊക്കെയാണ്. കുറച്ച് ഹാർഷായിട്ടാണെങ്കിലും ഞാൻ ബാഡ് വേർഡ് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം ഈ വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചാണ്, പിന്നെ ഇടാൻ കാരണം എനിക്ക് എൻ്റെ ഭാഗത്തുള്ള ഇത് കംപ്ലീറ്റ് ആയിട്ട് തെളിയിക്കണം, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഒരു കാര്യം പറയാം, ഇവിടെ സംഭവിച്ചത് ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഐ തോട്ട് നവമി പറഞ്ഞത് അവളുടെ ഫോണിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല എന്നാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നവമി എന്ന് ജവാനി മോഹൻ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് നവമി മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്, അതിൻ്റെ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. സോ ഞാൻ വിചാരിക്കുന്നത് അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്നാണ്. പിന്നെ റിസ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കരച്ചിലായി പിഴിച്ചിലായി എന്നൊക്കെ പറഞ്ഞു. ഈ പ്രശ്നത്തിൽ ഒരാൾ ഇതുവരെ എൻ്റെ സൈഡ് കേൾക്കാൻ നിന്നിട്ടില്ല. റിസ അത് കേൾക്കാൻ വേണ്ടിയിട്ട് വില്ലിങ് ആയപ്പോഴത്തേക്കിനും ഞാൻ അറിയാതെ വിശ്വസിച്ച് പോയിട്ടാണ് ഞാൻ എൻ്റെ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്തത്. അത് വേണ്ടായിരുന്നു എന്ന് ഇപ്പം തോന്നുന്നുണ്ട്. വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഒന്നും എഡിറ്റ് ചെയ്ത് കേട്ടിട്ടില്ല.